സന്തോഷമായി മോളെ. ഞാനൊക്കെ എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഭർത്താവാണ്. അപ്പോ ചില സമയത്ത് ഫുഡിനും കൂടി ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബസ് വിട്ട് തന്നപ്പോ ഗവൺമെന്റിന് നല്ല നന്ദി പറയുന്നു. എനിക്ക് ആ 3000 രൂപ കൊണ്ട് എന്റെ കെട്ടിയവന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് വല്ലാതെ സന്തോഷമായി. ഒരുപാട് ആൾക്കാർ സമരവും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇന്നലെ BJP-യുടെ സമരവും കാര്യങ്ങളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ ഈ സമരം നടത്തുന്നത്? പാവങ്ങൾക്ക് വേണ്ടിയല്ലേ? ഈ ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. ഈ ഒരു സ്ത്രീയും അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 3000 രൂപ ഹസ്ബൻഡിന് മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചിലപ്പോൾ ഒരു ട്രിപ്പിന് തന്നെ അങ്ങോട്ട് പോകുന്നതിന് 30, ഇങ്ങോട്ട് വരുന്നതിന് 30, എല്ലാം കൂടെ 60 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് 10 ദിവസം ആകുമ്പോൾ 600 രൂപ, അതും 30 ദിവസം 1800 രൂപ. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള ഷുഗർ മേടിക്കാം, ഷുഗറിന് മരുന്ന് മേടിക്കാം, ഇപ്പം മരുന്ന് മാത്രമല്ല പല കാര്യങ്ങളും മേടിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. പിന്നെ കൊച്ചു കൊച്ചു പോരായ്മകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ. അതെല്ലാം ക്ലിയർ ചെയ്ത് വരും. ഇന്നലെ ഒരു ദിവസം മാത്രം ഇത് തുടങ്ങിയിട്ടുള്ളായിരുന്നു. ഈ ഒരു ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസാക്ഷിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോ വരാം. ഇപ്പം ബസ് മുതലാളിമാരൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. PD സതീശൻ ഈ പ്രൈവറ്റ് ബസ് നടത്തുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതും നമ്മുടെ ചാനലിലൂടെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതായത് ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ലൈക്ക് ചെയ്താൽ മതി. നമുക്കറിയാലോ അതിൻ്റെ സപ്പോർട്ട് എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലാത്തവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. ഓക്കെ, പരമാവധി ഈ വിഷയം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണെന്ന് എല്ലാവരും കൂടെ ഒന്ന് സബ്ബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, ഒരു മിനിറ്റ്. ഇന്ന് വനിതകൾക്കുള്ള സൗജന്യ ബസ് യാത്രയിൽ കണ്ട വളരെ വലിയൊരു മനസ്സിൽ തട്ടിയ ഒരു കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന് VD സതീശൻ സാർ സർക്കാരിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നതിന്. ഇതുപോലുള്ള അമ്മമാർക്ക് വയ്യായ്മകളാണ്, അമ്മയ്ക്ക് കാലുകൊണ്ട് വയ്യാത്തതാണ്, അത് വണ്ടിയിലിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അമ്മ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ, എന്തായാലും കേൾക്കുക. അവർക്ക് എത്രത്തോളം ഇത് ആശ്വാസമാണെന്നുള്ളത്, ആ പൈസ മരുന്ന് വാങ്ങാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. ചേച്ചി എന്തൊക്കെയുണ്ട്? ഇത് ഏത് ചാനലിൽ നിന്നാണ് വന്നേ? മണിമേലം. ഓക്കെ, ആ ചാനലിൽ നിന്ന് കേട്ടോ വന്നേ. അവരുടെ കൂടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. വയ്യായ്മ ഉണ്ടല്ലേ? ഈ ഒരു സമയത്ത് ഇങ്ങനെ സൗജന്യമായിട്ട് തോന്നി, അതുകൊണ്ട് മരുന്നൊക്കെ വാങ്ങാൻ പറ്റും. എങ്ങോട്ടാ പോണേ? മലപ്പുറം. സ്ഥിരമായിട്ട് ഇവിടെ വണ്ടി കയറലുണ്ടോ? ഉണ്ടല്ലേ? ആയിക്കോട്ടെ, ഇവിടെ പോട്ടെ അല്ലേ? ഓക്കെ, അവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഈ അമ്മ UDF സർക്കാരിന്റെ നല്ല പദ്ധതിയാണ് ഇന്ദിരാ ഗ്യാരണ്ടി. എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം. ഓക്കെ, പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പലതും പറയുന്നുണ്ട്. എന്തായാലും നല്ല കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചില ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ചിലവർക്കൊക്കെ 3000, 4000 രൂപ വരെ ലാഭം കിട്ടുന്ന ഒരു കേസ് കേട്ടാണ്. അത് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവത്തുള്ളൂ. ചില ആൾക്കാർക്കൊക്കെ ഇരുന്ന് റീലിടാം, ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. ഈ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് എടുത്ത് പറയാം. ഇപ്പം എല്ലാവരും പെണ്ണുങ്ങളൊക്കെ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ. നാളെ ഒരു കേസോ വക്കണോ ഒക്കെ വരുമ്പോൾ കൊണ്ട് പീഡനം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഞാൻ എല്ലാ കേസിനെയൊന്നും അല്ല പറയുന്നത്. ചില ആൾക്കാരൊക്കെ ആ സമയത്തും ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലുള്ള തൻ്റെ ഇടമൊക്കെ കാണിക്കണം എല്ലാവരും. ഞാൻ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം പ്രൈവറ്റ് ബസ് മുതലാളിമാർക്കൊക്കെ 2000-ഓളം രൂപ ഇന്നലെ നഷ്ടം വന്നെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ കാണാം. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞൊരു ഇത് ഞാൻ വെച്ച് തരാവേ. പ്രിയദർശിനി മികച്ച പദ്ധതി, സാമർഥ്യമുള്ളവർ സ്വമേധയാ ഒഴിവായാൽ പദ്ധതി വിജയമാകും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും BJP-ക്കാർ ഇവിടെ വന്നിട്ട് പ്രതിഷേധം അതൊക്കെ നടത്തുമ്പോഴാണ് എനിക്ക് പുച്ഛം വരുന്നത്. നിങ്ങളുടെ നേതാവ് വരെ പറയുന്നുണ്ട് ഇത് നല്ല കാര്യമാണെന്ന്. ഈ അടുത്ത സമയത്ത് സുരേഷ് ഗോപി നല്ല രീതിയിൽ ട്രോള് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വായിന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. പ്രൈവറ്റ് ബസ് മുതലാളിമാരെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പ്രിയദർശിനി പദ്ധതി ഇന്നലെ മുതൽ നിരത്തുകളിൽ യാഥാർത്ഥ്യമായതോടുകൂടി പ്രൈവറ്റ് ബസ്സുകളിലെ വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെന്നാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പറയുന്നത്. പ്രൈവറ്റ് ബസ് ഓപ്പറേഷൻ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം KSRTC സർവീസ് നടത്തുന്ന റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാർ ഒന്നാകെ
KSRTCയിലെ ഓർഡിനറി ബസ്സിലേക്ക് സ്വാഭാവികമായും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടത്തിയ ബസ്സുകൾക്ക് ഡീസൽ അടിച്ച് അതിന്റെ പമ്പുകളിൽ അതിന്റെ പണം കൊടുക്കാനോ തൊഴിലാളികൾക്ക് വേതനം നൽകാനോ സാധിച്ചിട്ടില്ല. ഇന്നലെ 9 മണി വരെ ഉള്ള സ്ത്രീ യാത്രക്കാർ ഞങ്ങളുടെ ബസ്സിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ അത് മുഴുവനായി ബാധിച്ചിട്ടില്ല. പക്ഷെ ഇന്നലത്തെ ഞങ്ങളത്തെ ഒരു ദിവസത്തെ വരുമാനവും ഡീസലിന്റെ ബില്ലും കണക്കാക്കിയാൽ ഇന്ന് സ്വാഭാവികമായിട്ടും ഡീസൽ അടിക്കാൻ പോലും തയ്യാറൊരു സാഹചര്യമാണ് നിലക്കുന്നത്. ഇത് ഞങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും ഞങ്ങൾ നേരിൽ കണ്ട് ഇതിന്റെ പ്രയാസങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ഇത് കാരണം ഒരു ഗതാഗത മേഖല തകരാതെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് പൊതുഗതാഗത മേഖലയിലെ സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഞങ്ങളോട് യാതൊരു ഔദ്യോഗികമായ ചർച്ചയും നടത്താതെയാണ് സർക്കാർ ഏകപക്ഷീയമായി ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരം പ്രഖ്യാപിക്കാതെ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു സമരപ്രഖ്യാപനം ആവശ്യമില്ലാതെ തന്നെ സ്വാഭാവികമായും നാളെ മുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ നിർബന്ധിതമാകും. ജൂലൈ 30 75% ബസ്സുകൾക്കും ഡീസൽ അടിക്കാൻ കഴിയാതെ സ്വാഭാവികമായും സർവീസ് നിർത്തിവെക്കും. ജൂലൈ 30 അങ്ങനെ നിർത്തിവെച്ച് നിങ്ങൾക്ക് തന്നെയല്ലേ നഷ്ടവും കാര്യങ്ങളൊക്കെ. VD സതീശൻ ഒരു കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ സർക്കാരിന് ഒരു സമയം കുറച്ചും കൂടെ സമയം കൊടുത്താൽ ഇതിനേക്കാളും ചിലപ്പം നല്ല ഗുണമുണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് ഞാനൊന്ന് വെക്കാം. പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറണം മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കും എന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. പ്രത്യേകിച്ച് അർബൻ പ്ലാനിങ്ങിന്റെ ഭാഗമായി നഗരങ്ങളിൽ, ഇപ്പൊ കൊച്ചിയിലാണ് ഞാൻ, കൊച്ചിയിലെ ഹൈക്കോടതിയിൽ 2000 വക്കീലന്മാർ വരുന്നുണ്ട്. 2000 കാറുമായിട്ടാണ് ഇവർ വരുന്നത്. അതിന്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ വക്കീലിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അപ്പൊ അവർക്ക് ആ വണ്ടിയിൽ കയറി വരാം. അപ്പൊ നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ചും ഈ ഗവൺമെന്റ് ഗൗരവകരമായി ആലോചിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖല കൂടി അതിന്റെ പങ്കാളികളാവും. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഒരു സെക്ടറും തളരാൻ പാടില്ല. മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലാക്കണം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളൊക്കെ ചില റീലുകൾ മാത്രം കണ്ട് ഇങ്ങനെ പോയി കുറ്റം കണ്ടെത്തി അത് എഴുതി പിടിപ്പിക്കുക കമന്റ് ബോക്സിൽ. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് സത്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ വന്ന് കയറിയതിൻ്റെ 5ാമത്തെ ദിവസമാണ്. എറണാകുളത്ത് അറിയാലോ, കുടിയൊഴിപ്പിൻ്റെ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, 8 കുടുംബത്തിൻ്റെ. ആ വിഷയത്തിൽ 58 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കേസാണ് ഈ സർക്കാർ വന്ന് VD സതീശൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ ആ വസ്തു ഉടമയ്ക്ക് ഈ വീടും കാര്യങ്ങളും ഈ വസ്തുവും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയെങ്കിൽ അവർക്ക് 5 സെന്റ് ഭൂമിയും അവർക്ക് വീടും വെച്ച് കൊടുക്കുന്ന കാര്യം സർക്കാർ ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേണ്ടേ ഇപ്പം അത് നടപ്പിലാക്കി. ഇപ്പം അത് നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. എന്തിനാ ഈ എടുത്തുചാടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. 58 വർഷമായിട്ട് ആ ഒരു സംഭവം പുള്ളിക്കാരൻ നിസ്സാരമായിട്ട് ഈ അടുത്ത് എല്ലാവരും കണ്ടു കാണുമല്ലോ, റീലിനകത്ത് കുടിയൊഴുപ്പ്, അടി എന്തൊക്കെയായിരുന്നു, മണ്ണെണ്ണ ഒഴിക്കാൻ പോകുന്നു. എറണാകുളത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, മലയന്തുരത്ത് ആ സ്ഥലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പം അത് സോൾവ് ആയി. ഇടയിൽ കുറച്ച് സമയം കൊടുക്കണം. ഇത് എല്ലാവരും കൂടെ എടുത്തു ചാടി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുക. ഓക്കെ, ഇനി ഇവർ പറയുന്ന ബാക്കിയും കൂടെ വെക്കാം.
ജൂലൈ 30 വരെയുള്ള റോഡ് ടാക്സ് ഞങ്ങൾ മുൻകൂറായിട്ട് അടച്ചു, ക്ഷേമനിധി ഞങ്ങൾ മുൻകൂറായിട്ട് അടച്ചു, അതുപോലെ തന്നെ ഇൻഷുർ അടച്ചു. അതുകൊണ്ട് ജൂലൈ 30 കഴിഞ്ഞാൽ സ്വാഭാവികമായും ഞങ്ങളുടെ 75% ബസ്സുകളും സ്വമേധയാ നിന്നുപോകും. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമരത്തിന്റെ മാർഗമല്ലാതെ വേറെ വഴി ഞങ്ങളുടെ മുമ്പിലില്ല. നടക്കുന്ന ബഡ്ജറ്റിൽ ഒരു പദ്ധതിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്? 19-ാം തീയതി നടക്കുന്ന ബഡ്ജറ്റിൽ ഒരു റോഡ് ടാക്സ് പരിപൂർണമായി ഒഴിവാക്കി തന്നതുകൊണ്ടോ ഡീസലിന് നേരിയ തോതിൽ ഒരു സബ്സിഡി അനുവദിച്ചുകൊണ്ടോ ഞങ്ങൾക്ക് വ്യവസായം കൊണ്ടുനടക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെ KSRTC സർവീസ് നടത്തുന്ന റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളിലെ ഒരു ദിവസത്തെ വരുമാനത്തിന്റെ 60% ഡീസൽ അടിക്കാൻ വേണം. അപ്പോൾ ആ ഡീസലിന് ചെറിയ നേരിയ തോതിലൊരു വിലക്കുറവ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇത് പിടിച്ചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കാര്യമായി അത് ചുരുക്കി പറഞ്ഞ ഇപ്പോ KSRTC സൗജന്യം നൽകുന്നതിന് സഹായം. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നും ചെയ്യുന്നില്ല. കുറേ സാധാരണപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ കണ്ടില്ലേ, അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അവർക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്. എൻ്റെ പൊന്നു മുതലാളിമാരെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, എല്ലാം ശരിയാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഏകദേശം ഇപ്പം നിങ്ങൾക്കും കൂടെ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. 10 വർഷം ഭരിച്ച സർക്കാർ എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കോപ്പും ചെയ്തിട്ടില്ല, ഒരു കോപ്പ് പോലും ചെയ്തിട്ടില്ല. ഇനി അത് മനസ്സിലാക്കുക. പാവങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്കും ഒരു കുറവ് വരത്തില്ല ഈ കേരളത്തിലാണ്. അതിനുള്ള എല്ലാം അദ്ദേഹം ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഇതുവരെ വന്ന കാര്യങ്ങളെല്ലാം പക്കയാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പലർക്കും പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കാം, പക്ഷേ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ലൈക്ക് അടിക്കുക, അല്ലാത്തവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.